നമസ്കാരം. ജൂണിൽ 12 ദിവസത്തെ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ വധഭീഷണി മുഴക്കിയ ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനിക്കെതിരെ ഭീഷണി മുഴക്കി രംഗത്ത് വന്നിരിക്കുകയാണ് കാറ്റ്സ്. ബങ്കറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടയ്ക്കിടെ ആകാശത്തേക്ക് കണ്ണുകൾ ഉയർത്തി ഓരോ ശബ്ദവും ശ്രദ്ധയോടെ കേൾക്കണമെന്നാണ് ഇസ്രായേലി ഡ്രോൺ പ്രവർത്തനങ്ങളെ പരാമർശിച്ചുകൊണ്ട് കാറ്റ്സ് എക്സിൽ കുറിച്ചത്. ഇസ്രായേൽ കാറ്റ്സ് ഉൾപ്പെടെയുള്ള മുതിർന്ന ഇസ്രായേലി ഉദ്യോഗസ്ഥരെ കൊലപാതക ലക്ഷ്യങ്ങളാക്കി അടയാളപ്പെടുത്തി ടെഹ്റാൻ പ്രചരിപ്പിച്ച ഒരു ഹീബ്രു ഭാഷാ ഗ്രാഫിക്കാണെന്ന് പറഞ്ഞതിന് മറുപടിയായാണ് ഈ അഭിപ്രായം വന്നത്. മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ ആരോപിക്കുന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കുട്ടികളുടെ കൊലപാതകിയെന്ന് അവർ മുദ്രകുത്തുന്ന ഇസ്രായേൽ വ്യോമസേനാ മേധാവി ടോമർ ബാർ തുടങ്ങിയവരും ചിത്രത്തിലുണ്ടായിരുന്നു. യുദ്ധസമയത്ത് മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥരുടെ കൊലപാതകങ്ങൾ പ്രഖ്യാപിക്കാൻ ഉപയോഗിച്ച ഒരു ഇസ്രായേലി ഗ്രാഫിക്കിന്റെ ഒരു വ്യാജ പതിപ്പാണ് ഈ ഗ്രാഫിക് എന്ന് തോന്നുന്നു. കാറ്റ്സ് ഇത് പുനഃപ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് അതിന്റെ ഉത്ഭവം എവിടെയാണെന്നോ എത്രത്തോളം വ്യാപകമായിരുന്നെന്നോ വ്യക്തമാക്കിയില്ല. ജൂൺ 13 യുദ്ധത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ ഇസ്രായേൽ നടത്തിയ വലിയ തോതിലുള്ള അപ്രതീക്ഷിത ആക്രമണത്തെ പരാമർശിച്ചുകൊണ്ട് റെഡ് വെഡിങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് തന്നെ കാത്തിരിക്കുന്നുവെന്ന് കാറ്റ്സ് തന്റെ ട്വീറ്റിൽ ഖമേനിയോട് പറഞ്ഞു. എ സോങ് ഓഫ് ഐസ് ആൻഡ് ഫയർ പുസ്തക പരമ്പരയിലെയും HBO പരമ്പരയിലെ ഗെയിം ഓഫ് ത്രോൺസിലെയും കുപ്രസിദ്ധമായ രംഗത്തിന്റെ പേരിൽ റെഡ് വെഡിങ് എന്ന രഹസ്യ നാമത്തിലായിരുന്നു ഇത്. നിരവധി പ്രധാന കഥാപാത്രങ്ങൾ അപ്രതീക്ഷിത ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ആ മണിക്കൂറുകളിൽ ഏറ്റവും മുതിർന്ന 3 ജനറൽമാർ ഉൾപ്പെടെ ഏകദേശം 30 മുതിർന്ന സൈനിക കമാൻഡർമാർ ഇറാനിയൻ തലസ്ഥാനത്ത് ഏതാണ്ട് ഒരേ സമയം നടന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. ഇത് ഇറാന്റെ കമാൻഡറും നിയന്ത്രണവും തളർത്തുകയും ഏകദേശം 24 മണിക്കൂർ പ്രതികരണം വൈകിപ്പിക്കുകയും ചെയ്തു. ജൂലൈ അവസാനം കാറ്റ്സ് ഖമേനിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. നിങ്ങൾ ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തുന്നത് തുടർന്നാൽ ഞങ്ങളുടെ നീണ്ട കൈ വീണ്ടും ടെഹ്റാനിൽ എത്തുമെന്നായിരുന്നു ആദ്യ മുന്നറിയിപ്പ്. നിങ്ങൾ ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തുന്നത് തുടർന്നാൽ ഞങ്ങളുടെ നീണ്ട കൈ വീണ്ടും ഇറാനിലേക്ക്, അതിലും വലിയ ശക്തിയോടെ ഇത്തവണ അത് നിങ്ങളെ വ്യക്തിപരമായി നേരിടും. ഞങ്ങളെ ഭീഷണിപ്പെടുത്തരുത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകുമെന്നായിരുന്നു ആ മുന്നറിയിപ്പ്. ജൂൺ 25 US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഒരു വെടിനിർത്തൽ കരാർ ഒപ്പിട്ടതോടെയാണ് 12 ദിവസത്തെ യുദ്ധം അവസാനിച്ചത്. സംഘർഷത്തിനിടെ ഖമേനി എവിടെയാണെന്ന് അമേരിക്കയ്ക്ക് അറിയാമെന്ന് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ ഇറാൻ നേതാവിനെ വധിക്കുവാനുള്ള ഇസ്രായേലിന്റെ പദ്ധതി അദ്ദേഹം വീറ്റോ ചെയ്തിരുന്നു. തുടർന്ന് ഖമേനി ഇസ്രായേൽ വധിക്കുവാൻ ലക്ഷ്യം വെച്ചിരുന്നുവെന്ന് കാറ്റ്സ് സ്ഥിരീകരിച്ചു. പക്ഷേ ഒളിവിൽ പോയതിനാൽ ലക്ഷ്യം വയ്ക്കുന്നത് ഒഴിവാവുകയായിരുന്നു. ജൂണിൽ ടെഹ്റാനിൽ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിനിടെ തലനാരിഴയ്ക്കാണ് മസൂദ് പെസഷ്കിയാനും രക്ഷപ്പെട്ടത്. ഇറാൻ ഭരണകൂടവുമായി അടുത്തു നിൽക്കുന്ന വാർത്താ ഏജൻസിയായ ഫാർസ് ആയിരുന്നു അത് റിപ്പോർട്ട് ചെയ്തത്. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായി അടുത്ത ബന്ധമുള്ള വാർത്താ ഏജൻസിയാണ് ഫാർസ്. ഫാർസ് വാർത്താ ഏജൻസിയെ ഉദ്ധരിച്ച് BBC മറ്റു ലോകമാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. ജൂൺ 16 ടെഹ്റാനിലെ രഹസ്യ ബങ്കർ തകർക്കുവാൻ ലക്ഷ്യമിട്ട് ഇറാൻ 6-ലധികം ബോംബുകളാണ് വർഷിച്ചത്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷങ്ങൾ രൂക്ഷമായിരിക്കുകയായിരുന്നു ബങ്കർ തകർക്കുവാനുള്ള ആക്രമണം നടന്നത്. ഇതിനിടെ ടെഹ്റാനിലെ രഹസ്യ ബങ്കറിൽ ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിലിലെ ഉന്നതതല അടിയന്തര യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മസൂദ് പെസഷ്കിയാൻ. രഹസ്യ യോഗം നടക്കുന്ന ഈ കേന്ദ്രത്തിലും ബോംബ് പതിച്ചു. ഇതോടെ എമർജൻസി ടണലിലൂടെ പ്രസിഡന്റ് മസൂദും മറ്റുള്ളവരും രക്ഷപ്പെടുകയായിരുന്നു. ഇതിനിടെയാണ് പെസഷ്കിയാന്റെ കാലിന് പരിക്കേറ്റത്. ആക്രമണത്തോടെ ബങ്കറിലെ വെന്റിലേഷൻ സംവിധാനം വൈദ്യുതി നിലച്ചു. ഇറാൻ ഭരണകൂടത്തിലെ പ്രധാന നേതാക്കളെ വധിക്കുവാൻ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ ആക്രമണമെന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തത്. ഇറാനിലെ ഉന്നത നേതാക്കൾ ഉപയോഗിച്ചിരുന്ന ടെഹ്റാനിലെ അതീവ പ്രാധാന്യമുള്ള രഹസ്യ സങ്കേതമാണ് ആക്രമിക്കപ്പെട്ടത്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിന്റെ 4ാം ദിവസമായിരുന്നു ഈ സംഭവം. ബങ്കറിലേക്കുള്ള 4 വഴികളും ഇസ്രായേൽ ആക്രമണത്തിൽ തകർത്തുവെന്നും വൈദ്യുതിയും വഴിയും അടഞ്ഞതോടെ അകത്തുണ്ടായിരുന്നവർ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടിയെന്നുമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ചെറിയ പരിക്കേറ്റുവെങ്കിലും പ്രസിഡന്റ് പെസഷ്കിയാൻ എമർജൻസി ടണൽ വഴി രക്ഷപ്പെട്ടുവെന്നും പറഞ്ഞു. ഇസ്രായേൽ തന്നെ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചുവെന്ന് പെസഷ്കിയാൻ തന്നെ വെളിപ്പെടുത്തിയതാണ്. എന്നാൽ ഇറാനിൽ ഭരണമാറ്റമെന്നത് ഇസ്രായേലിന്റെ ആക്രമണ ലക്ഷ്യമല്ലെന്ന് പറഞ്ഞ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇക്കാര്യം നിഷേധിച്ചു. ടെഹ്റാന്റെ പടിഞ്ഞാറൻ മേഖലയിൽ ഉണ്ടായിരുന്ന മിസൈൽ ആക്രമണത്തിൽ പെസഷ്കിയാൻ ഉണ്ടായിരുന്ന കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിക്കുകയായിരുന്നു. പെസഷ്കിയാന്റെ കാലിന് ചെറിയ പരിക്കോ പറ്റിയതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പെസഷ്കിയാനെ കൂടാതെ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഗ്, ജുഡീഷ്യറിയുടെ തലവൻ മോസേനി എജയ് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പ്രസിഡന്റിനെ ലക്ഷ്യമിട്ട് ബെയ്റൂട്ടിൽ വെച്ച് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രലിനെ കൊലപ്പെടുത്തിയ രീതിയിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ ആസൂത്രണം ചെയ്തിരുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 6 മിസൈലുകളാണ് പെസഷ്കിയാൻ ഉണ്ടായിരുന്ന കെട്ടിടം ലക്ഷ്യം വെച്ച് ഇസ്രായേൽ തൊടുത്തത്. കെട്ടിടത്തിലേക്കും പുറത്തേക്കുമുള്ള കവാടം തകർത്ത് അകത്തേക്കും പുറത്തേക്കും പോകാനാകാത്ത ഒരു സാഹചര്യമായിരുന്നു.
വായുപ്രവാഹം തടഞ്ഞ് വിഷപ്പുക നിറച്ച് കൊലപ്പെടുത്തുവാനായിരുന്നു പദ്ധതി. എന്നാൽ കെട്ടിടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ഒരു രഹസ്യപാത ഉണ്ടായിരുന്നതിനാൽ പ്രസിഡന്റിനും മറ്റുള്ളവർക്കും രക്ഷപ്പെടുവാൻ സാധിച്ചുവെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഇത്രയേറെ കൃത്യതയോടെ ആക്രമണം നടത്തുന്നതിന് ഇറാനിൽ നുഴഞ്ഞുകയറിയ ഒരു ചാരന്റെ സഹായം ലഭിച്ചിരുന്നു. സമാനമായ വിധത്തിലായിരുന്നു 2024 സെപ്റ്റംബർ 27-ന് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ലയെ ഇസ്രയേൽ കൊലപ്പെടുത്തിയത്. ബെയ്റൂത്തിലുള്ള ഹിസ്ബുള്ള ആസ്ഥാനത്തെ ഭൂഗർഭ അറയിലായിരുന്നു നസ്രല്ലയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇസ്രയേൽ സൈന്യം ഹിസ്ബുള്ള ആസ്ഥാനത്ത് വ്യോമാക്രമണം നടത്തുകയായിരുന്നു. ഭൂമിക്കടിയിലായി പ്രത്യേകം തയ്യാറാക്കിയ ബങ്കറിനുള്ളിൽ നസ്രല്ലയുടെ മൃതദേഹം കണ്ടെത്തുമ്പോൾ പരിക്കുകളൊന്നും ഇല്ലായിരുന്നു. മിസൈൽ പൊട്ടിവീണുണ്ടായ വിഷപ്പുക ശ്വസിച്ചാണ് നസ്രല്ല മരിച്ചതെന്നായിരുന്നു പുറത്തുവന്ന ആ റിപ്പോർട്ട്. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ലയെ കൊലപ്പെടുത്തിയ രീതിയിൽ തന്നെ പെസഷ്കിയാനെ ഉന്നം വെച്ചുള്ള ആക്രമണമായിരുന്നു ഇസ്രയേൽ പദ്ധതിയിട്ടിരുന്നത്. പെസഷ്കിയാൻ ഉണ്ടായിരുന്ന കെട്ടിടത്തിലെ വായു സഞ്ചാരം പൂർണ്ണമായും തടഞ്ഞ ശേഷം വിഷപ്പുക ഉള്ളിലേക്ക് കടത്തുവാനായിരുന്നു ഇറാന്റെ ശ്രമം. ഇതിനായി 6 മിസൈലുകളായിരുന്നു ഇസ്രയേൽ തൊടുത്തത്. എന്നാൽ കെട്ടിടത്തിൽ രഹസ്യപാത ഉണ്ടായിരുന്നതിനാൽ ഇതുവഴി ഇവർ രക്ഷപ്പെടുകയായിരുന്നു. 2024-ൽ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ലയെ സമാനമായ തരത്തിൽ മിസൈലിൽ നിന്നുള്ള വിഷപ്പുക ശ്വസിച്ചാണ് കൊലപ്പെടുത്തിയിരുന്നത്. ഏതെങ്കിലും സൈനിക സംഘർഷം ഉണ്ടായാൽ നേരിടുവാൻ ഇറാൻ സജ്ജമെന്നാണ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. വെടിനിർത്തൽ കരാറുകളിൽ താൻ വിശ്വസിക്കുന്നില്ലെന്നും ആവശ്യമെങ്കിൽ ഇറാന്റെ സൈനികർ ഇസ്രയേലിനകത്ത് കയറി അടിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. യുദ്ധസമയത്ത് ഖമേനിയെ കൊല്ലുന്നതിനെക്കുറിച്ച് കാറ്റ്സ് പ്രത്യേകിച്ച് ശബ്ദമുയർത്തി. പരമോന്നത നേതാവിനെ തുടർന്ന് നിലനിൽക്കാൻ കഴിയാത്ത ഒരു ആധുനിക ഹിറ്റ്ലർ എന്നാണ് അദ്ദേഹം വിളിച്ചത്. ഭരണമാറ്റമല്ല, മറിച്ച് ഓപ്പറേഷന്റെ മധ്യത്തിൽ ഭരണകൂടത്തെ അസ്വസ്ഥമാക്കുവാനും ഇറാനികളെ മേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുക എന്നതാണ് ഇസ്രയേലിന്റെ ലക്ഷ്യമെന്നാണ് അദ്ദേഹം കാൻ പബ്ലിക് ബ്രോഡ്കാസ്റ്ററിനോട് പറഞ്ഞത്. ഇസ്രയേലുമായുള്ള ഒരു പുതിയ പോരാട്ടത്തിന് ഇറാൻ പൂർണ്ണമായും തയ്യാറാവുകയാണ്. ഈ ഒരു യുദ്ധമുണ്ടായാൽ ഇറാൻ ഇതുവരെ പുറത്തെടുക്കാത്ത പല ആയുധങ്ങളും ഉപയോഗിച്ചായിരിക്കും പ്രഹരമേൽപ്പിക്കുക എന്നായിരുന്നു മുന്നറിയിപ്പ് പുറത്തുവന്നത്. ഇതിനിടെ ഗൾഫ് മേഖലയിലെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്ക. ഇതിന്റെ ഭാഗമായി ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിൽ ഒന്നായ USS നിമിറ്റ്സിനെ ബഹ്റൈനിലേക്ക് വിന്യസിച്ചു. തങ്ങളുടെ നാവികസേനയുടെ ശക്തമായ സാന്നിധ്യം ഗൾഫ് മേഖലയിൽ ഉറപ്പാക്കുകയാണ് ഈ നടപടിയിലൂടെ US ലക്ഷ്യമിടുന്നത്. ആണവോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലുകളിൽ ഒന്നാണ് USS നിമിറ്റ്സ്. ബഹ്റൈനിലെ ഖലീഫ ബിൻ സൽമാൻ തുറമുഖത്ത് കഴിഞ്ഞ ദിവസമാണ് യുഎസിന്റെ ഈ യുദ്ധക്കപ്പൽ നങ്കൂരമിട്ടത്. ഗൾഫ് മേഖലയിലെ സാഹചര്യങ്ങൾ മുൻനിർത്തി സുരക്ഷ വർദ്ധിപ്പിക്കുവാനുള്ള നീക്കമായാണ് അമേരിക്ക ഈ നടപടി വിശദീകരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം തുടരുന്നതിനൊപ്പം യമനിലെ ഹൂതി വിമതരുടെ തിരിച്ചടികളും സംഭവിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ മേഖലയിലെ ആധിപത്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് USS നിമിറ്റ്സിനെ അമേരിക്ക മിഡിൽ ഈസ്റ്റിലേക്ക് വിന്യസിച്ചത്. ഇതിലൂടെ ഗൾഫ് മേഖലയിൽ US നാവികസേനയുടെ സാന്നിധ്യം കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ആണവോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന നിമിറ്റ്സിൽ ഒരേ സമയം 5000-ലധികം നാവികരുടെ സാന്നിധ്യം ഉണ്ടാകും. ഇതിന് പുറമെ F-18 സൂപ്പർ ജെറ്റുകളും ഏത് സമയത്തും ആക്രമണത്തിന് തയ്യാറായിരിക്കുന്ന അറ്റാക്ക് ഹെലികോപ്റ്ററുകളും USS നിമിറ്റ്സിന്റെ ഭാഗമായുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.